ഞാൻ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ റാൻഡമായിട്ടായിരുന്നു ട്രേഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വളരെ വേഗമായിട്ടുള്ളൊരു പ്ലാനായിട്ടാണ് ഞാൻ ട്രേഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിനെ ഞാൻ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പ്ലാൻ എന്തോരം വർക്കിംഗ് ആണ്, ഞാൻ എന്തിൻ്റെ ബേസിസിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനും ഈ പ്ലാനിൻ്റെ കപ്പാസിറ്റി എന്തോരം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്ലാൻ എന്തോരം വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ട്രേഡിങ്ങിൽ കുറേയധികം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഇത് മിക്ക ബിഗിനർ ട്രേഡർമാർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ട്രേഡിംഗ് പ്ലാനിന് എന്തോരം സക്സസ് പെർസെൻറ്റേജ് ഉണ്ട് എന്നൊന്നും നോക്കാറില്ല അവർ പലപ്പോഴും. ജസ്റ്റ് വരും, ട്രേഡിങ് ചെയ്യും, ലോസ് വരും. അപ്പോൾ ഇത് മിക്ക ട്രേഡേഴ്സിനും സ്റ്റാർട്ടിങ്ങിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ബാക്ക് ടെസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു നല്ല ട്രേഡിംഗ് പ്ലാനും നമുക്ക് വേണം. ആ ട്രേഡിംഗ് പ്ലാൻ എന്തോരം വർക്ക് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് എന്തോരം ഉണ്ട് എന്നറിയാനായിട്ട് പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ എന്താണ് ബാക്ക് ടെസ്റ്റിംഗ് എന്നും എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ടാവും ടെസ്റ്റിംഗ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ വേണം ആദ്യം തന്നെ. അല്ലാണ്ട് നമ്മൾ വന്ന് റാൻഡമായിട്ടായിരിക്കില്ലോ ട്രേഡ് എടുക്കുന്നുണ്ടാവുക. എന്തെങ്കിലും ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രേഡിങ്ങിന് വരുമ്പോൾ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ട്രേഡിംഗ് പ്ലാൻ എന്തോരം സക്സസ് റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തത് നോക്കേണ്ടത്. കാരണം ട്രേഡിംഗ് പ്ലാനുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ആ പ്ലാനുകളൊക്കെ ലോങ് റണ്ണിൽ സക്സസ്ഫുൾ ആവണമെന്ന് ഒരുവിധം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചൊരു ട്രേഡിംഗ് പ്ലാന് അതിൻ്റെ സക്സസ് റേറ്റ് എന്തോരം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. മിനിമം ഒരു 50% ഓർ എബവ് സക്സസ് റേറ്റ് ഉണ്ടെങ്കിലാണ് ആ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് അളക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു ജോലിയാണ് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ ബാക്ക് ടെസ്റ്റിങ്ങിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പുതിയ കാർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കാറ്. അപ്പോൾ നിങ്ങൾ ഈ കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാണ് ഈ കാർ എല്ലാ കണ്ടീഷൻസിലും ഈ കാർ ഓടിക്കാൻ പറ്റുമെന്ന്. നല്ല തണുള്ള സമയത്തും നല്ല ചൂടുള്ള സമയത്തും അതുപോലെ തന്നെ മരുഭൂമിക്കൂടെയും മണ്ണിക്കൂടെയും ചെളിക്കൂടെയും വെള്ളത്തിൽക്കൂടെയും ഒക്കെ ഈ കാർ ഓടിക്കാൻ പറ്റും നിങ്ങൾ പറയാണ്. ഒരു കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ എല്ലാ ടെറൈനുകളിലും ഓടിക്കാൻ പറ്റുന്ന കാറാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ട് നിങ്ങൾ ആ കാർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ കണ്ടീഷൻസിലൊക്കെ ആ കാർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെയാണ് നോക്കുക? നമ്മൾ ആ ഫങ്ഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസിൽ കൂടെയൊക്കെ നമ്മുടെ കാറിന് നമ്മൾ ഓടിച്ച് തന്നെ നോക്കണം. ഇപ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് കൂടെ ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 അടി വെള്ളമുള്ള സ്ഥലങ്ങളിൽ കൂടെ നമ്മുടെ കാർ ഓടിച്ച് നോക്കണം. അവിടെ കാറിന് കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. അതും മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ 2 അടി വെള്ളത്തിൽ കൂടെ കാർ കുറേ വട്ടം ഓടിച്ചു, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഒരു 4 അടി വെള്ളത്തിൽ ഓടിക്കുക, പിന്നെ ഒരു 1.5 അടിയിൽ ഓടിക്കുക, പിന്നെ 3 അടി വെള്ളത്തിൽ ഓടിച്ച് നോക്കുക. അപ്പോൾ ഇതിലൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ കാർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയും വെള്ളത്തിൽ ഈ കാർ ഓടും, നമ്മുടെ ക്ലെയിം സക്സസ്ഫുൾ ആണെന്ന് പറയും. അടുത്തത് നമ്മൾ പറയുന്നത് കാറ് നമ്മുടെ സിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ 15 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളം സിറ്റിയിൽ കാർ ഓടിച്ചു ഒരാഴ്ച ഫുൾ ഓടിച്ച് നോക്കിയപ്പോഴും 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ തീർക്കരുത്, നമ്മൾ വേറെ സ്ഥലങ്ങളിൽ ഓടിച്ച് നോക്കണം. അപ്പോൾ എല്ലായിടത്തും 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മുടെ ക്ലെയിം അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാറിൻ്റെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാറിൻ്റെ വർക്ക് ആവുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ട്രേഡിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ പെട്ടെന്നൊരു ഐഡിയ തരാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു ട്രേഡിംഗ് പ്ലാനിൽ എൻട്രി പോയിന്റ് എവിടെയായിരിക്കണം, എക്സിറ്റ് പോയിന്റ് എവിടെയായിരിക്കണം, സ്റ്റോപ്പ് ലോസ്, അതായത് എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ എവിടെയായിരിക്കണമെന്ന് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരിക്കണം. പ്രീ പ്ലാൻഡ് ആയിരിക്കേണ്ടത് നല്ലൊരു റീസണിൻ്റെ പുറത്താണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരുവിധ റീസണും ഇല്ലാണ്ട് അല്ലെങ്കിൽ വളരെ മോശം റീസൺസിൻ്റെ ബേസിസിൽ ഇതായിരിക്കരുത്. ഇത് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള റീസൺസിൻ്റെ പുറത്തായിരിക്കണം, വാലിഡ് റീസൺസിൻ്റെ പുറത്തായിരിക്കണം ഈ ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് അതുമാതിരി പൊസിഷൻ സൈസുകൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഒരു ട്രേഡിംഗ് പ്ലാനിൽ. അപ്പോൾ ഈ ട്രേഡിംഗ് പ്ലാൻ എന്തോരം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പ്ലാനിൻ്റെ സക്സസ് റേറ്റ് എന്തോരം ഉണ്ട് എന്നറിയാനായിട്ടാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ, ഇപ്പം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇക്വിറ്റി ബേസ്ഡ് ട്രേഡിംഗ് പ്ലാനാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കുറേ അധികം സ്റ്റോക്കുകളിൽ കുറേ അധികം ദിവസങ്ങൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യണം. അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ദിവസങ്ങളിലും വോളറ്റൈൽ ആയിട്ടുള്ള ദിവസങ്ങളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലും ഇങ്ങനത്തെ പല ദിവസങ്ങളിൽ പല കണ്ടീഷൻസിൽ മാർക്കറ്റ് കണ്ടീഷൻസിൽ നമ്മൾ
നമ്മുടെ ഈ ട്രേഡിംഗ് പ്ലാനെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ എല്ലാ കണ്ടീഷൻസിലും ട്രേഡിംഗ് പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിനിമം ഒരു 50% ഓർ എബവ് സക്സസ് റേറ്റ് ഉണ്ടെങ്കിലാണ് അതിനൊരു നല്ല ട്രേഡിംഗ് പ്ലാൻ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനായിട്ടാണ് ഈ ഒരു സംഭവം, ഈ സക്സസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് തന്നെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ട്രേഡിംഗ് പ്ലാൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാക്ഡി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാക്ഡിയുടെ ഒരു ലൈൻ മറ്റേ ലൈൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ, അതായത് മാക്ഡി ക്രോസ് ഓവർ നടക്കുമ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യും അല്ലെങ്കിൽ ലോങ് പോകും. ഷോർട്ട് ടേം മാക്ഡിയുടെ ലൈൻ ലോങ് ടേം മാക്ഡിയുടെ ലൈൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ എടുക്കും. ഇനി ഷോർട്ട് ടേം ലൈൻ മാക്ഡിയുടെ ലോങ് ടേം ലൈൻ്റെ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ എൻട്രി ഇതിൻ്റെ ബേസിസിലാണ്, അതുമാതിരി നമ്മുടെ എക്സിറ്റ് ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് ബേസിസിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മാക്ഡി തിരിച്ച് ക്രോസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ എക്സിറ്റ്. അതുമാതിരി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നതും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഈ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ തന്നിട്ടായിരിക്കും നമ്മുടെ ടാർഗറ്റും എക്സിറ്റും ഒക്കെ ഉണ്ടാവുക. അതുമാതിരി വേറൊരു തരം ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടും പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ടും ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ട്രേഡിംഗ് പ്ലാനില്ലേ മാക്ഡിനെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് പ്ലാനുകൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. സെറോദയായാലും ആമി ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രോക്കർ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാക്ഡി ക്രോസ് ഓവറും അതുമാതിരി RSIനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് പ്രോഗ്രാം ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും, പ്രോഗ്രാം ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ ബാക്ക് ടെസ്റ്റിംഗ് മുഴുവൻ ചെയ്തോളും, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം പാറ്റേൺസിനെ ബേസ് ചെയ്തും പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ വിഷ്വലി ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക, അത് പറ്റില്ല. അതേസമയം RSI ഇവിടെ എത്തുമ്പോൾ ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ബാക്ക് ടെസ്റ്റിംഗ് സംഭവം എളുപ്പമാണെന്നുണ്ടെങ്കിലും മിക്കവരും അതല്ല ചെയ്യുന്നത്. മിക്കവരും പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അത് കൺഫർമേഷൻ ആയിരിക്കും. മെയിൻലി പ്രൈസ് ആക്ഷനും പാറ്റേൺസും ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് വഴി ബാക്ക് ടെസ്റ്റിംഗ് നടക്കില്ല, നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് വിഷ്വലായിട്ട് ചെയ്യണം. അപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് വിഷ്വലായിട്ട് ചെയ്യാനായിട്ട് 3 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പേപ്പർ ട്രേഡിംഗ്, രണ്ടാമത്തത് കാശിട്ടിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നത്, മൂന്നാമത്തേന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിയൽ ക്യാഷ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അതായത് നമ്മൾ പൈസ ഇട്ട് ശരിക്കുള്ള ട്രേഡുകൾ എടുത്തിട്ട് ട്രേഡുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഞാനൊക്കെ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ഈ മെത്തേഡാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ട്രേഡിങ് തുടങ്ങുന്ന ഏതൊരാളുടെ മാതിരിയും ഇഷ്ടംമാതിരി മണ്ടത്തരങ്ങൾ ഞാനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് പ്ലാനൊന്നും വലിയ ട്രേഡിംഗ് പ്ലാൻ തന്നെ പറയാൻ പറ്റില്ല. അതിനൊന്നും എനിക്ക് തോന്നിയ മാതിരി ഞാൻ ട്രേഡ് എടുത്തിരുന്നു, അതിനെ ഞാനൊരു ട്രേഡിംഗ് പ്ലാനായിട്ട് അങ്ങോട്ട് കണ്ടു. എന്നിട്ട് പ്രത്യേകിച്ച് വാലിഡ് റീസൺസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ ട്രേഡിംഗ് എടുത്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ആ സമയത്ത്. അപ്പോൾ ഈ ട്രേഡിംഗ് പ്ലാൻ ടെസ്റ്റ് ചെയ്യാണ്ടാണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ട്രേഡ് എടുക്കും. ചിലപ്പോൾ ലോസ് വരും, ചിലപ്പോൾ പ്രോഫിറ്റ് വരും. മിക്കപ്പോഴും ലോസാണ് വന്നിരുന്നത്. അതുപോലെ പ്രോപ്പർ മണി മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറേ ലോസുകൾ വരുത്തി വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് മോശമായിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാനാണ്. ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ്റെ പിന്നിൽ പ്രോപ്പറായിട്ടുള്ളൊരു ബാക്ക് ടെസ്റ്റിംഗ് ഇല്ല, ഇത് അധികം കാലത്തേക്ക് വർക്കാവില്ല, ഇനി വർക്കായാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ലോസസ് വരാനാണ് ചാൻസ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനത് ഉപേക്ഷിച്ചു. ഞാൻ അടുത്ത മെത്തേഡിലേക്ക് കടന്നു, പേപ്പർ ട്രേഡിങ്. പേപ്പർ ട്രേഡിങ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിയൽ ക്യാഷ് ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു എൻട്രി എടുക്കുന്ന പോലെ നമ്മൾ സങ്കല്പിക്കും. ലൈവ് മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കുന്ന പോലെ വിചാരിക്കും, പക്ഷേ എൻട്രി എടുക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചാർട്ട് നോക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, ഇവിടെ ഞാൻ എൻട്രി എടുത്തു എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എന്താണ് സ്റ്റോപ്പ് ലോസ് ആണോ ഹിറ്റ് ചെയ്യുന്നത്, ടാർഗറ്റ് ആണോ ഹിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ കുറേ കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക, എത്ര ട്രേഡുകൾ ജയിച്ചു, എത്ര ട്രേഡുകൾ തോറ്റു എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾ 100 ട്രേഡ് എടുത്തിട്ട് 60 ട്രേഡ് ജയിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ ആണെന്ന്. ഇനി അതേസമയം 30 ട്രേഡാണ് ജയിച്ചുള്ളൂ അല്ലെങ്കിൽ 40 ട്രേഡാണ് ജയിച്ചുള്ളൂ, ബാക്കിയൊക്കെ ലോസ് ആയാലും നിങ്ങൾക്ക് പറയാം ഇതൊരു മോശം ട്രേഡിംഗ് പ്ലാൻ ആണെന്ന്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ സെക്കൻഡ് മെത്തേഡ്, അതായത് പേപ്പർ ട്രേഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാശ് നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ട്രേഡിംഗ് പ്ലാൻ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് വരെ, അല്ലെങ്കിൽ നന്നാക്കി എടുക്കുന്ന പോയിന്റ് വരെ നിങ്ങളുടെ കാശൊന്നും പോകുന്നില്ല. ഞാൻ ഫസ്റ്റ് മെത്തേഡ് വെച്ചാണ് തുടങ്ങിയത്, അതായത് റിയൽ ക്യാഷ് ഇട്ടിട്ടാണ് ഞാൻ കളിച്ചത്. അപ്പോൾ എൻ്റെ കാശ് കുറേ നഷ്ടപ്പെട്ടു. ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ തന്നെയാണ് എൻ്റെ അക്കൗണ്ടിന് സംഭവിച്ചത്.
അപ്പോൾ ആ മണ്ടത്തരം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ പേപ്പർ ട്രേഡിങ് അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് മാർക്കറ്റിലല്ല നോക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റുകളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഓൾറെഡി ചാർട്ട് ഉണ്ടായി, അപ്പോൾ നിങ്ങളുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഏരിയാസ് നിങ്ങൾ നോക്കി. അപ്പോൾ അവിടെ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചാർട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ എൻട്രി എടുത്തിട്ട് ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ട്രേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിടാം അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിടാം ഫസ്റ്റ് ട്രേഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ നിങ്ങൾ ഓരോ ട്രേഡുകളും നോക്കി ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് മുമ്പ് എങ്ങനെയാണ് ചാർട്ട് ഫോം ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് ഈ ചാർട്ട് ഫോർമേഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പത്തെ ചാർട്ട് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രയാങ്കിൾ പാറ്റേണിൽ നിങ്ങൾ എൻട്രി എടുക്കാൻ പോകണം ഒരു ബ്രേക്ക് ഔട്ട് നടന്നപ്പോൾ. അപ്പോൾ എൻട്രി എടുത്തു, എന്നിട്ട് നിങ്ങൾ എൻട്രി എടുത്ത മാതിരി നിങ്ങൾ എഴുതി വെച്ചു. ഇപ്പോൾ എൻട്രി എടുക്കാൻ പറ്റില്ല, ഓൾറെഡി ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണിത്. അപ്പോൾ എൻട്രി എടുത്തു, അത് ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ ആദ്യം ട്രിഗർ ആവുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ടാർഗറ്റ് ട്രിഗർ ആയാൽ സക്സസ്ഫുൾ ട്രേഡ്, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ലോസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേപ്പർ ട്രേഡിങ്ങിലേക്ക് പോവുക. ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിങ്ങൾ ആവശ്യത്തിന് തറവാണ്, ആവശ്യത്തിന് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ പേപ്പർ ട്രേഡിങ്ങിലേക്ക് പോവുക. എന്നിട്ട് ലൈവ് മാർക്കറ്റിൽ ട്രേഡുകൾ എടുക്കാണ്ടിരിക്കുക, എടുക്കുന്ന പോലെ സങ്കല്പിക്കുക. നിങ്ങൾ എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഞാൻ എൻട്രി എടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. എൻട്രി എടുക്കുക മീൻസ് എൻട്രി എടുത്ത മാതിരി സങ്കല്പിക്കുക. എന്നിട്ട് ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ ട്രിഗർ ആവുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് മെത്തേഡ്, അതായത് റിയൽ ക്യാഷ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബാക്ക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ എൻ്റെ അതേ മണ്ടത്തരം ചെയ്യാണ്ടിരിക്കാനാണ്. കാരണം ഞാൻ ഈ മണ്ടത്തരം പഠിച്ചു വന്നപ്പോഴേക്കും എൻ്റെ നിന്ന് കുറേ അധികം കാശ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ഒരിക്കലും റിയൽ ക്യാഷ് ഇൻവോൾവ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാണ്ടിരിക്കുക. പേപ്പർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര നിർബന്ധമാണ്, നിങ്ങൾക്ക് കാശ് ഇട്ടിട്ട് തന്നെ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്കുകൾ മേടിച്ച് തന്നെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അത്രയും വാശിയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. എല്ലാ ഷെയറുകളുടെയും 1 or 2 ക്വാണ്ടിറ്റി മാത്രം മേടിക്കുക. എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ സക്സസ് റേറ്റ് എന്തോരുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ലോസ് വന്നാൽ തന്നെ ചെറിയ ലോസ്, വില 5 or 10 രൂപയൊക്കെ ആയിരിക്കും ലോസ് വരുന്നുണ്ടെങ്കിൽ തന്നെ വരിക. ഇനിയിപ്പോൾ അതേസമയം പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വില 10 or 20 രൂപയൊക്കെ ആയിരിക്കും പ്രോഫിറ്റും വരിക. പക്ഷെ നിങ്ങൾ ഇതിനൊരു ലോങ് ടേമിലേക്ക് നിങ്ങൾ കുറച്ച് മാസങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ഈ കുറച്ച് മാസങ്ങളിൽ പലതരം മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ടാവണം, അല്ലാണ്ട് എപ്പോഴും ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കരുത്. ട്രെൻഡിങ് മാർക്കറ്റ് വേണം, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് വേണം. എല്ലാ മാർക്കറ്റ് കണ്ടീഷൻസിലും വോളറ്റൈൽ ആയിട്ടുള്ളതും അപ്വേർഡ് ട്രെൻഡിങ്, ഡൗൺവേർഡ് ട്രെൻഡിങ്, ഇങ്ങനത്തെ എല്ലാ കണ്ടീഷൻസിലും നിങ്ങളുടെ ട്രേഡിംഗ് ഐഡിയ അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാൻ വർക്ക് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ വലിയ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, എന്തായാലും വലിയ നഷ്ടങ്ങൾ വരും നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടൊരു ട്രേഡിംഗ് പ്ലാൻ വേണം. ആ ഒരു ട്രേഡിംഗ് പ്ലാനെ ബാക്ക് ടെസ്റ്റിംഗ് വഴി അതിൻ്റെ സക്സസ് റേറ്റ് അളക്കണം. അളന്നിട്ട് ഒരു 50% അപ്പോൾ സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ക്യാഷ് ഇട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതിന് താഴെയാണ് സക്സസ് റേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തുക, ട്രേഡിംഗ് പ്ലാനിൽ ഓൾട്രേഷൻസ് വരുത്തുക. എന്നിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വേണം നിങ്ങൾ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട്. മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ കണ്ടീഷൻസിൽ വേണം ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്ഡീനെയും സ്റ്റോക്കാസ്റ്റിക്സിനൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനത്തെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്കും ബാക്ക് ടെസ്റ്റിംഗ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാം, ഇഷ്ടംമാതിരി സോഫ്റ്റ്വെയറുകൾ അതിനുണ്ട്. പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡിൽ നിങ്ങൾക്കൊരു 1000 സ്റ്റോക്കുകളുടെ ബാക്ക് ടെസ്റ്റിംഗ് കഴിഞ്ഞ് സക്സസ് റേറ്റ് അളക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനേക്കാളും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഷ്വലായിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചധികം ടൈം നിങ്ങളിതിന് സ്പെൻഡ് ചെയ്യണം. ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമില്ല. നിങ്ങൾ അതിനുള്ള ടൈമും എഫേർട്ടും ഇട്ടാൽ തന്നെയാണ് അതിൻ്റെ റിസൾട്ട്സ് കാണാനായിട്ട് പറ്റുള്ളൂ. അതുമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ബാക്ക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.